In this video, we are going to deal with an essay of marriage and single life written by Francis Bacon. So, Francis Bacon was an extreme scholar. Okay, he was an philosopher, essayist, journalist, then historian, philosopher, and English lawyer. So, he had gone through several professions like this. And Francis Bacon was born in London in 1561. Okay, he was born in London in 1561 to a prominent and well-connected family. And his parents were Sir Nicholas Bacon, the Lord Keeper of the Seal, and Lady Anne Cooke, daughter of Sir Anthony Cooke, a knight and one-time tutor to the royal family. Then Lady Anne was a learned woman in her own right, having acquired Greek and Latin as well as Italian and French. So his mother, Francis Bacon's mother, was well-educated woman, and she had extreme knowledge in 4 languages including Greek, Latin, French and Italian. So Bacon was educated at home at the family estate of Gorhambury in Herefordshire. In 1573, at the age of 12, he entered Trinity College, Cambridge. Bacon completed his law degree in 1582, and in 1588 he was named lecturer in legal studies at Gray's Inn. Then, in the meantime, he was elected to Parliament in 1984. സോ ഇത് ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ബയോഗ്രഫിയാണ്. ഇത് നമുക്ക് ഫ്രാൻസിസ് ബേക്കണിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽസ് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫ്രാൻസിസ് ബേക്കണിൻ്റെ ഏതൊരു വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അത് ലോഫ്റ്റി ലാംഗ്വേജ് ആയിരിക്കും. ആൻഡ് ഫ്രാൻസിസ് ബേക്കൺ ഈസ് ഓഫൻ റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ്. ഓക്കെ, ഇംഗ്ലീഷ് എസ്സേസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ആൻഡ് ഹിസ് എസ്സേസ് ഹാവ് certain distinctive characteristics which make us question and classification of their genre. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫീച്ചർ എന്താണ്, ഫ്രാൻസിസ് ബേക്കണിൻ്റെ ആദ്യത്തെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒന്നാണ് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. അഫോറിസംസ് ആർ സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സ്റ്റേറ്റ് എ ട്രൂത്ത്. Bacon in his essays writes in an aphoristic style making general statement. അതായത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നേരിട്ട് സ്ട്രെയിറ്റ് വേർഡായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹം നേരിട്ട് പറയും. അതിൻ്റെ ഇടയിൽ പൊള്ളയായിട്ടുള്ള വാദങ്ങളും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംപേഴ്സണാലിറ്റിയാണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനു മുന്നേ അഫോറിസത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്, ഓഫ് സ്റ്റഡീസ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ്സ്, ആ സ്റ്റഡിയിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് 3 പേർപ്പസുകളാണ് ഉള്ളത്. ഒന്ന് ഡിലൈറ്റ് ചെയ്യാം, പിന്നെ അതൊരു ഓർണമെൻ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നടക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്താണ്, ഓക്കെ, ഫോർ എബിലിറ്റി, നമ്മുടെ കഴിവ് ബൂസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. എഗെയിൻ ഹി സേസ് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ്. ഓക്കെ, പലതരത്തിലുള്ള ബുക്സ് ഉണ്ട്. അതായത് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള ബുക്സ് ഉണ്ട്. അതിന് അദ്ദേഹം ഇങ്ങനെയാണ് കോട്ട് ചെയ്തിട്ടുള്ളത്: സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സ്വാലോഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂയിഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ആ കോട്ടിൻ്റെ അർത്ഥം എന്താണ്? അത് ചില ബുക്കുകളൊക്കെ ടേസ്റ്റ് ചെയ്താൽ മതി, അതായത് ആ ബുക്ക് എന്താണ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതിൻ്റെ ചില പാർട്ടുകളൊക്കെ വായിച്ച് ആ ബുക്കിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ബട്ട് അതേഴ്സ് ടു ബി സ്വാലോഡ്, ചിലത് എന്ത് ചെയ്യണം, നമ്മൾ വായിക്കണം, മനസ്സിരുത്തി വായിക്കണം, പക്ഷെ അത്ര ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ആങ്സൈറ്റി ആയിട്ട് അത് വായിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ലാസ്റ്റ് പറയുന്ന ബുക്സ് എങ്ങനെയാണ്, ച്യൂയിഡ് സം ബുക്സ് ടു ബി ച്യൂയിഡ് ആൻഡ് ഡൈജസ്റ്റഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ബുക്സ്
അത്തരം കാറ്റഗറിയിൽ പെടുന്ന ബുക്സ് നമ്മൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും നമ്മുടെ ഫുൾ അറ്റൻഷനും കൊടുത്ത് വായിച്ച് മനസ്സിലാക്കണം. സോ ഇങ്ങനെയുള്ള ലോഫ്റ്റി ലാംഗ്വേജസ് ആണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിലൊക്കെ എഴുതുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് മതി നമുക്ക് ഒരു വലിയൊരു എസ്സേ എഴുതാൻ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കോട്ട് ഉണ്ടല്ലോ, സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സ്വാലൗഡ് ആൻഡ് സം ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ഈ ഒരു സിംഗിൾ കോട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വലിയൊരു എസ്സേ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഫീച്ചേഴ്സിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇംപേഴ്സണാലിറ്റി ആണ്. ബേക്കൺസ് പേഴ്സണൽ ചോയ്സസ് ആൻഡ് ഒപ്പീനിയൻസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ത്രൂ ഹിസ് റൈറ്റിംഗ്സ്. ഹിസ് ഇംപേഴ്സണാലിറ്റി ഈസ് എയ്ഡഡ് ബൈ his aphoristic style. By providing the reader with statement of truth, Bacon saves himself from revealing his true personality. സോ ഇംപേഴ്സണൽ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, വ്യക്തിപരമായിട്ടുള്ള തൻ്റെ ഒപ്പീനിയൻസും അതുപോലെ തന്നെ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ ഉൾപ്പെടുത്താറുള്ളൂ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ട്രൂ പേഴ്സണാലിറ്റിയാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഫീച്ചേഴ്സാണ്, അദ്ദേഹത്തിൻ്റെ എസ്സേൻ്റെ നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹിസ് എസ്സേസ് ആർ യൂഷ്വലി ഷോർട്ട്, സംടൈംസ് ഷോർട്ടർ ദാൻ വാട്ട് ദ കൺവെൻഷണൽ ഡെഫിനിഷൻ ഓഫ് സേ സജസ്റ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ എസ്സേ ഒക്കെ ഷോർട്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്ന് പറയുന്ന എസ്സേ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ആകെ ഒരു പേജേ ഉള്ളൂ. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെൻറ്റൻസുകളും അത്രമാത്രം ട്രൂത്ത്ഫുൾ ആയിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളൊക്കെ ഷോർട്ടാണെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചെറിയ സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു എസ്സേ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇത്രയും നീട്ടാൻ കാരണം, ഇപ്പോൾ 7 മിനിറ്റോളായി. അത്രയും ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി ഫ്രാൻസിസ് ബേക്കൻ്റെ റൈറ്റിംഗ് സ്റ്റൈല് ചിലപ്പോൾ പാരഗ്രാഫിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓഥറാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്ടുകളും കൂടി എഴുതുക. കോഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ 3 കോഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സ്വാലൗഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂയിഡ് ആൻഡ് ഡൈജസ്റ്റഡ്. അത് എഴുതാം. പിന്നെ രണ്ടാമത് വരുന്ന കോട്ട് എന്ന് പറയുന്നത് റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. ഓക്കെ, അത് രണ്ടാമത്തെ കോട്ട്. ദെൻ മൂന്നാമത്തെ കോട്ട് വരുന്നത് നോളജ് ഈസ് പവർ. ഓക്കെ, ഈ 3 കോഡ്സും ഒന്ന് എഴുതി വെക്കുക അദ്ദേഹത്തെക്കുറിച്ച്. അത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോഡ്സൊക്കെ ഒന്ന് എഴുതുക. ഇനി നമുക്ക് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്ന് പറയുന്ന എസ്സേയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഫ്രാൻസിസ് ബേക്കൺ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1561 to 1626 ആണ്. ആൻഡ് ഫ്രാൻസിസ് ബേക്കൺ വാസ് എ മേജർ ഫിഗർ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇംഗ്ലീഷ് റിനൈസൻസ്. He became known at court and was knighted in 1603 after the succession of James I. He was later appointed Lord Chancellor in 1618 but fell from power in 1621 after going into debt and being accused of corruption. സോ ബാക്കി അതിൽ തന്നിട്ടുള്ള കാര്യങ്ങളൂടെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഈ ഒരു ചെറിയൊരു ബയോഗ്രഫി പഠിച്ചാലും മതി കേട്ടോ. അത് നല്ല പോയിൻറ്റ്സ് അതിലുണ്ട്, അത് ജസ്റ്റ് നോക്കാം. സോ നമുക്ക് എസ്സേയിലോട്ട് പോവാം. ഞാൻ ഇതിലുള്ള ഓരോ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം വായിച്ചിട്ട് പറഞ്ഞുതരാം. സോ ഹി ദാറ്റ് ഹാത്ത് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹാത്ത് ഗിവൻ ഹോസ്റ്റേജ് ടു ഫോർച്യൂൺ, ഫോർ ദേ ആർ ഇംപെഡിമെൻറ്റ്സ് ടു ഗ്രേറ്റ് എൻ്റർപ്രൈസസ് either of virtue or mischief. അപ്പോൾ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ എസ്സേയിൽ പറയുന്നത് എന്താണ്? മാരേജ് വിയേഴ്സ് സിംഗിൾ ലൈഫ്, മാരീഡ് ലൈഫ് വിയേഴ്സ് വേഴ്സസ് സിംഗിൾ ലൈഫ്, ഇതാണ് ഇതിൽ പറയുന്നത്. ഓഫ് മാരേജ് ആൻഡ് ദി സിംഗിൾ ലൈഫ്. അപ്പോൾ ഇനിയിപ്പോൾ മാരീഡ് ലൈഫ് ആണെങ്കിലും സിംഗിൾ ലൈഫിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. സോ അതിനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവില്ല, കാരണം റിനൈസൻസ് കാലഘട്ടത്തിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ഹാത്ത് എന്നൊക്കെ പറയുന്നത് ഹാവ്, ഹാഡ് ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ പറയുന്നത് നമുക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുന്നത് ഒരു തരത്തിലൊരു തടസ്സമാണ്. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ ഫോർച്യൂണിനെ ഇറ്റ് ഗിവൻ ഹോസ്റ്റേജ് ടു അവർ ഫോർച്യൂൺ. ആ ഹോസ്റ്റേജ് ടു ഫോർച്യൂൺ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അത് നമുക്ക് എപ്പോഴും ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. അതുമാത്രമല്ല, ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളിലും ഇതൊരു തടസ്സമാണ്. ഈ ഒരു ഫാക്ടേഴ്സ് എന്താണ്, ഇംപെഡിമെൻ്റ് ആണ്, തടസ്സമാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഏത് വേർച്യു ഓർ മിസ്ചീഫ്, ചില സമയത്ത് അത് വേർച്യു ആണ്, അതുപോലെ തന്നെ മിസ്ചീഫും ആണ്. മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്രോഹം. ഓക്കെ, ദ്രോഹമായിട്ടാണ് ചില സമയത്ത് ഈ ഫാമിലിയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. Certainly, the best works and of greatest merit of the public have proceeded from the unmarried or childless men, which both in affection and means have married and endowed the public. ഈ സെൻറ്റൻസിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തി, എ മാൻ ഹു ഹാസ് നോ ചിൽഡ്രൻ ആൻഡ് വൈഫ്, ഹീ ഈസ് ദി ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് സൊസൈറ്റി. അപ്പം കുട്ടികളില്ലാത്ത അൺമാരിഡ് ആയിട്ടുള്ള ആളുകൾ എന്തായിരിക്കും, സൊസൈറ്റിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചൈൽഡും ആ അൺമാരീഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കുട്ടികളും അല്ലെങ്കിൽ അവരുടെ വൈഫും എന്നൊക്കെ പറയുന്നത് സൊസൈറ്റി ആയിരിക്കും. കാരണം അവർക്ക് മാരീഡ് അല്ലാത്തത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. സൊസൈറ്റിയുടെ അപ്ലിഫ്മെൻറ്റിനും അതുപോലെ മറ്റുള്ള സോഷ്യൽ വർക്ക്സിനൊക്കെ അവരെപ്പോഴും ഇൻവോൾവ്ഡ് ആയിരിക്കും. ആൻഡ് ഹി വർക്ക്സ് ഫോർ സൊസൈറ്റി ആൻഡ് ദീസ് ക്വാളിറ്റീസ് ആർ ഡിപ്രൈവ്ഡ് ഫ്രം മാരീഡ് പേഴ്സൺ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി, അതായത് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള, വോളണ്ടിയർ ആവാനുള്ള ക്വാളിറ്റി അൺമാരീഡ് ചൈൽഡ്ലെസ് മാനിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് എപ്പോഴും വിട്ടുപോരേണ്ടി വരും. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. Yet it were great reason that those that have children should have greatest care of future times, unto which they grow they must transmit their dearest pledges. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ വർക്ക്സിൽ അല്ലെങ്കിൽ സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവാൻ പറ്റാത്തത്. ബിക്കോസ് ഹി ഓൾവേസ് തിങ്സ് ഓവർ ഹിസ് ഫാമിലി ഫസ്റ്റ്. അപ്പോൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഫാമിലിനെ കുറിച്ചായിട്ട് കൂടുതലും ചിന്തിക്കുക. ആൻഡ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഫാമിലിക്കായിരിക്കും. പിന്നെ അദ്ദേഹം എപ്പോഴും അവരുടെ ഫാമിലിയുടെ ഫ്യൂച്ചറിനെ മാത്രമായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അദ്ദേഹം പറയുന്നതാണ്, സം ദർ ആർ ഹൂ ദോ ദേ ലീഡ് എ സിംഗിൾ ലൈഫ് യെറ്റ് ദെയർ തോട്ട്സ് ഡു എൻഡ് വിത്ത് ദെംസെൽവ്സ് ആൻഡ് അക്കൗണ്ട് ഫ്യൂച്ചർ ടൈംസ് ഇമ്പർട്ടിനൻസസ്. ചില അൺമാരീഡ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക, അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അവരങ്ങനെ സോഷ്യലി ഇൻവോൾവ്ഡ് ആവാത്ത വ്യക്തികളായിരിക്കും. ആൻഡ് അവരുടെ ചിന്താഗതികളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനവനിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒതുക്കി ജീവിക്കുന്ന സിംഗിൾ പേഴ്സൺസിനെയും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. Nay, there are some other that account wife and children but as bills of charges. Nay more, there are some foolish rich covetous men that take a pride in having no children because they may be thought so much the richer. അതായത് ചില വ്യക്തികളുണ്ട്, കല്യാണം കഴിക്കാതെ ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളും മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലവ് കൂടുതലല്ലേ, അതായത് ബില്ലുകൾ കൂടി വരും നമ്മുടെ വീട്ടിലേക്ക്. എന്തൊക്കെ ബില്ലായിരിക്കും, കറണ്ട്, വെള്ളം, അതുപോലെ മരുന്നുകൾ വാങ്ങുന്നത്, ഭക്ഷണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, ചില ആളുകളുണ്ട്, ദർ ആർ സം ഫൂളിഷ് റിച്ച് കവച്ചസ് മെൻ. അവരെങ്ങനെയായിരിക്കും, കുട്ടികളില്ലാത്തതിൽ ഭയങ്കര പ്രൈഡ്, ഭയങ്കര അഭിമാനം കൊള്ളുന്ന ആളുകളായിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ചിലവുകളൊക്കെ കുറച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി റിച്ച് ആവാം എന്ന് ചിന്തിക്കുന്ന ഫൂളിഷ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. ബട്ട് ദി മോസ്റ്റ് ഓർഡിനറി കോസ് ഓഫ് സിംഗിൾ ലൈഫ് ഈസ് ലിബർട്ടി, എസ്പെഷ്യലി ഇൻ സർട്ടൻ സെൽഫ് പ്ലീസിങ് ആൻഡ് ഹ്യൂമറസ് മൈൻഡ്സ് വിച്ച് ആർ so sensible of very restraints, as they will go near to think women's girdles and garters to be bonds and shackles. അതായത് ചില വ്യക്തികൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ലിബേർട്ടീനസ് ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് ഫ്രീഡം തരുന്നതാണ്. എസ്പെഷ്യലി ഇൻ സെർട്ടൈൻ സെൽഫ് പ്ലീസിങ് ആൻഡ് ഹ്യൂമറസ്. പ്രത്യേകിച്ച് എന്താണ്, കുറച്ച് സെൽഫ് റിലാക്സിങ് ആണ് ഈ ഒരു സിംഗിളായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ. അത് ഈ ഒരു ഫാമിലിയുടെ ബേർഡൻസും അതുപോലെ ഭാരപ്പെട്ട ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യം ഒരു സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ നമുക്കില്ല. നെക്സ്റ്റ് പറയുന്നത് അൺമാരിഡ് മെൻ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് മാസ്റ്റേഴ്സ്, ബെസ്റ്റ് സെർവൻസ്, ബട്ട് നോട്ട് ഓൾവേസ് ബെസ്റ്റ് സബ്ജക്ട്സ്. For they are light to run away, and almost all fugitive are of that condition. അതായത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സിംഗിൾ മാൻ പ്രൂവ്സ് ടു ബി ഗുഡ് ഫ്രണ്ട്, ഗുഡ് മാസ്റ്റർ ആൻഡ് ഗുഡ് സെർവൻറ്റ്. അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗുഡ് സെർവൻ്റ് ആയിട്ടും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ടും ഒരു ഗുഡ് മാസ്റ്റർ ആയിട്ടൊക്കെ അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ പറ്റും. പക്ഷെ അവർക്ക് എന്താവില്ല, അവർ നല്ലൊരു വ്യക്തിയാവില്ല. കാരണം എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആവാൻ കഴിയില്ല. സോ ആ ഒരു ഇറസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് ഒരു സെൻസും ഇല്ലാതെ നടക്കുന്ന ആളുകളുടെ ലൈഫ് കറക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, എ സിംഗിൾ ലൈഫ് ഡോത്ത് വെൽ വിത്ത് ചർച്ച്മാൻ, ഫോർ ചാരിറ്റി വിൽ ഹാർഡ്ലി വാട്ടർ ദി ഗ്രൗണ്ട് വേർ ഇറ്റ് മസ്റ്റ് ഫസ്റ്റ് ഫിൽ എ പൂൾ. സോ ഇതിൽ പറയുന്നത് എ സിംഗിൾ ലൈഫ് ഈസ് വെരി മച്ച് ബെനിഫിഷ്യൽ ഫോർ ദി പ്രീസ്റ്റ്, ഓർ വി സേ ദാറ്റ് എ പ്രീസ്റ്റ് ഷുഡ് ബി അവോയ്ഡ് ദി മാരേജ് റിലേഷൻഷിപ്പ്. അതായത് പ്രീസ്റ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും, സിംഗിൾ ലൈഫ് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പ്രീസ്റ്റ് ആവുന്ന ആളുകൾക്കൊക്കെ സിംഗിൾ ലൈഫ് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് വേണം, പ്രീസ്റ്റ് ഷുഡ് ബി അവോയ്ഡ് ദി മാരേജ് റിലേഷൻഷിപ്പ്. പ്രീസ്റ്റുകളൊക്കെ മാരേജ് റിലേഷൻഷിപ്പ് എന്താണ്, അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒരു പ്രീസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, he usually considered that a priest's duty is to help the poor people, and a real priest has a feeling of charity, sympathy, compassion, etc. അപ്പോൾ ഒരു പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ചാരിറ്റി, അതുപോലെ ആളുകളോട് കമ്പാഷൻ ആയിരിക്കണം, പുവർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കമ്പാഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പക്ഷേ പ്രീസ്റ്റുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ ഫോക്കസ് എങ്ങോട്ട് പോകും, അവരുടെ ഫാമിലിയിലേക്ക് പോകും. ഒരു സോഷ്യൽ സർവീസ് എന്ന് പറയുന്നൊരു കാര്യത്തിനോട് അവർക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല. ദെൻ ഫോർ സോൾജിയേഴ്സ് ഐ ഫൈൻഡ് ദി ജനറൽസ് കോമൺലി ഇൻ ദെയർ ഹോർട്ടേറ്റീവ്സ് put men in mind of their wives and children, and I think the despising of marriage amongst the Turks maketh the vulgar soldier more base. അപ്പോൾ ഇവിടെ പറയുന്നത് those people have marriage, they fight better than those do not have marriage. അതായത് മാരേജ് ചെയ്ത വ്യക്തികൾ എന്തായിരിക്കും, ഒരു സോൾജിയർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, സോൾജിയേഴ്സിൻ്റെ ഇടയിൽ മാരേജ് ചെയ്ത ആളുകൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്, ബെറ്റർ ദാൻ അൺമാരീഡ് സോൾജിയേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം, ദേ നോ ദാറ്റ് ഇഫ് ദേ ഡു നോട്ട് ഫൈറ്റ് വിത്ത് പ്ലാനിങ് ദെൻ അതേഴ്സ് നേഷൻസ് ക്യാൻ മേക്ക് പ്രിസൻസ് ദെയർ ഫാമിലീസ്. അപ്പോൾ അവർ നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് എനിമീസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ശത്രുരാജ്യം എന്ത് ചെയ്യും, ഇവരുടെ ഫാമിലീനെ ഇംപ്രസൺ ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫാമിലീനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. സോ ഒബിയസ്ലി അവർ മാരീഡ് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് വാറിലൊക്കെ ഫൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നന്നായിട്ട് ഫൈറ്റ് ചെയ്താലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇഷ്യൂവിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിലൊക്കെ വിജയിക്കാനും തിരിച്ച് വീട്ടിലേക്ക് വരാനും പറ്റുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് വന്നാലല്ലേ ഫാമിലീസിന്, കല്യാണം കഴിഞ്ഞ ഫാമിലീസിൻ്റെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. They remains them, their families are waiting for you on their homes. Then certainly wife and children are not a kind of discipline of humanity, and single men, though they may be many times more charitable because their means are less exhausted, yet on other side they are more cruel and hard-hearted. അതായത് കഠിന ഹൃദയമുള്ള ആളുകളെയാണ് ഹാർഡ് ഹാർട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ദെയർ ടെൻഡർനെസ് ഈസ് നോട്ട് സോ ഓഫ്റ്റ് കാൾഡ് അപ്പോൺ.
ഈ ഒരു സിംഗിൾ മാനിനെ കുറിച്ചൊരു ക്രിട്ടിക്കൽ സെൻസിലാണ് അദ്ദേഹം പറയുന്നത്. ഇൻ ക്രിട്ടിക്കൽ സെൻസ് എ സിംഗിൾ മാൻ ഈസ് മോർ ചാരിറ്റബിൾ ദാൻ മാരീഡ് പേഴ്സൺ ബിക്കോസ് ഹി ഹാസ് നോ മോർ എക്സ്പെൻസസ് ഫോർ ഹിസ് ഫാമിലി ഓർ ചിൽഡ്രൻ ആൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ മേക്ക് കോഴ്സ് ഓഫ് ഡിസിപ്ലിൻ ഇൻ സൊസൈറ്റി ഡ്യൂ ടു ദം ഇൻ സൊസൈറ്റി. അതായത് ഈ സിംഗിൾ മാൻ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ചാരിറ്റി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും, അവർക്ക് വേറെ എക്സ്പെൻസുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഭാര്യേനെയും കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബം പോറ്റണം എന്നുള്ള വേറെ എക്സ്പെൻസുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചാരിറ്റി നടത്താനുള്ള അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ വൈഫും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും ഒരു ഡിസിപ്ലിനും അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷെ അതില്ലാത്ത വ്യക്തികൾക്ക് ചില സമയത്ത് എന്താവും, ഒരു ഫീലിങ്സ്, ഒരു വ്യക്തികളോട് നല്ല ഫീലിങ്സോ അല്ലെങ്കിൽ സിമ്പതിയോ അല്ലെങ്കിൽ ലവും ഒന്നും കൈൻഡ്നെസ്സും ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ചേസ് വുമൺ ആർ often proud and forward as pursuing upon the merits of their chastity. അപ്പം ചില വുമന് എന്തുണ്ട്, അവരുടെ ചേസിറ്റിയിൽ ഭയങ്കര പ്രൗഡായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച ആളുകളെപ്പോഴും ചേസ്റ്റിസിറ്റി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ വേർജിനായിരിക്കും. സോ അങ്ങനെയുള്ള ആ ഒരു വേർജിനിറ്റിയിൽ ഒരുപാട് പ്രൈഡായിട്ട് അഭിമാനം കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട്. ഇനി വൈഫ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വൈഫ്സ് ആർ യങ് മെൻസ് മിസ്ട്രസ്, കമ്പാനിയൻ ഫോർ മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് മെൻസ് നഴ്സസ്. ഓക്കെ, അത് വിമൻ എങ്ങനെയായിരിക്കും, യങ് മാൻ ആയിരിക്കും അല്ലെങ്കിൽ യങ് മാൻ്റെ ഭാര്യ ആയിരിക്കും, അവർ മിസ്ട്രസ് ആണ്. മിഡിൽ ഏജ് ആകുമ്പോൾ എന്താകും, കമ്പാനിയൻ ആകും. അതായത് ആ ഹസ്ബൻഡ് മിഡിൽ ഏജ് ആകുമ്പോൾ കമ്പാനിയൻ ആകും. പക്ഷേ ഓൾഡ് മെൻ ആകുമ്പോൾ അവരുടെ വൈഫ് എന്തായിത്തീരും, നേഴ്സായി മാറും. അതായത് വയ്യാത്ത ആളെ നോക്കുന്ന നേഴ്സായിട്ട് മാറും. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ വൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹസ്ബൻഡ് സെർവൻ്റ് തന്നെയാണ്. അവർക്ക് പണിയെടുത്ത് കൊടുക്കാനുള്ളൊരു സെർവൻ്റ് തന്നെയാണ് വൈഫ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾവേസ് നഴ്സസ് ടു ദെയർ ഹസ്ബൻഡ്. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവമാണ് കേട്ടോ, നമ്മുടെ സൊസൈറ്റിയിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവമാണത്. സോ ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, സോ എ മാൻ മേ ഹാവ് എ ക്വാറൽ എന്ന് പറയുന്നത് റീസൺ ആണ് ടു മാരി വെൻ ഹി വിൽ. അതായത് ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ, എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. പക്ഷേ അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആളുകൾക്കും കല്യാണം കഴിക്കാൻ, എല്ലാ ആണുങ്ങൾക്കും ഒരേ സമയം കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ്. അതായത് എ യങ് മാൻ നോട്ട് യെറ്റ് ആൻഡ് എൽഡർ മാൻ നോട്ട് അറ്റ് ആൾ. അതായത് യങ് മാന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എൽഡർ ആയിരിക്കുമ്പോൾ ഒട്ടും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ചില കേസിൽ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഓഫൻ സീൻ ദാറ്റ് ബാഡ് ഹസ്ബൻഡ്സ് ഹാവ് വെരി ഗുഡ് വൈഫ്സ് വെദർ ഇറ്റ് ബി ദാറ്റ് ഇറ്റ് റേസഡ് ദ പ്രൈസ് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് കൈൻഡ്നെസ് വെൻ ഇറ്റ് കംസ്. അതായത് ചീത്ത ഹസ്ബൻഡ്മാർക്ക് എപ്പോഴും ഒരു നല്ല വൈഫിനെ ആയിരിക്കും കിട്ടുക. അതുപോലെ ചീത്ത സ്വഭാവമുള്ള ഭാര്യമാർക്ക് നല്ല ഹസ്ബൻഡിനെ ആയിരിക്കും കിട്ടുക. പിന്നെ ഈ വുമൻ അല്ലെങ്കിൽ ഭാര്യമാരെപ്പോഴും പ്രൈഡ് ആവുന്നത്, അഭിമാനം കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ഹാപ്പിനെസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ്സ് ഒരു ബാഡ് ബിഹേവിയർ ആണെങ്കിലും അവർക്ക് വൈഫ്സിനൊരു പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതെപ്പോഴും വിമനുള്ളൊരു സവിശേഷതയാണത്. അത് ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും. വിമൻ എപ്പോഴും പേഷ്യൻസ് ഉള്ള ആളുകളായിരിക്കും, ഭയങ്കര ക്ഷമാശീലരായിരിക്കും. പക്ഷേ അത് പൊതുവെ പുരുഷന്മാരിൽ അങ്ങനെ കാണാറില്ല. അത് ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ. ദെൻ ഫ്രാൻസിസ് ബേക്കൺ ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ അല്ലേ. ഈ ഒരു മോഡേണിസം അതുപോലെ ഫെമിനിസം പോലുള്ള തിയറീസൊക്കെ വരുന്നതിന് മുന്നേ ആണ് ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യലി സർക്കിംസ്റ്റാൻസസിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു എസ്സേയിലും വന്നിട്ടുണ്ടാവും. The last sentence means that, however, if these bad husbands were given to choice of their own selection in marriage, they would make themselves fool because they would select a wife who would match their own behavior. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ എസ്സേ വായിച്ചിട്ട്, ഈ എസ്സേ നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല.
ദെൻ എസ്സേ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് കിട്ടിയിട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ സിംഗിൾ ലൈഫാണോ മാരീഡ് ലൈഫാണോ ഏറ്റവും ബെറ്റർ എന്നുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.